ഇന്നിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഇന്നത്തെ വീഡിയോയിൽ ഒരു റിവ്യൂ ആയാലോ? അതെ, എല്ലാവർക്കും നല്ല ബീറ്റിൽ നല്ല അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ വെച്ച് കാറിൽ ട്രിപ്പിങ് ചെയ്യണം ആഗ്രഹമല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ഏത് മ്യൂസിക് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? എത്രമാത്രം അത് നമുക്ക് നന്നായിരിക്കും എന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വുഡ്മാൻ്റെ ബാസ് ട്യൂബാണ്, അഥവാ നമ്മുടെ സബ് വൂഫർ എന്നൊക്കെ പറയും, കാറിൽ വയ്ക്കുന്ന സബ് വൂഫർ. അപ്പോൾ ഈ ബാസ് ട്യൂബ് സിലിണ്ടർ ടൈപ്പ് ഉണ്ട്, റെക്റ്റാങ്കിൾ ടൈപ്പ് ഉണ്ട്. റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ബാസ് ട്യൂബാണിത്. ഇത് നമുക്ക് കാറിൻ്റെ സീറ്റിൻ്റെ അടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് 8 ഇഞ്ചിൻ്റെ ബാസ് ട്യൂബാണ്, അതായത് 8 ഇഞ്ച് സബ് വൂഫർ ഉപയോഗിച്ചിരിക്കുന്ന ബാസ് ട്യൂബാണ്. പിന്നെ 4 ohms ആണ് ഇതിൻ്റെ ഇമ്പിഡൻസ്. ആവറേജ് വാട്ട്സ് എന്ന് പറയുന്നത് 900 watts ആണ്. ഏറ്റവും പീക്കായിട്ടുള്ള വാട്ട്സ് എന്ന് പറയുന്നത് 3600 watts ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സൂക്ഷിച്ചെടുക്കണം, നല്ല വെയിറ്റാണ്. ഉള്ളിൽ സബ് വൂഫർ ഉള്ള കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ പതുക്കെ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആക്സസറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സും വയേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് അതിൻ്റെ പോസിറ്റീവ് വയറാണ്, പോസിറ്റീവ് കൊടുക്കേണ്ട വയറാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന അതിൻ്റെ RC കേബിളാണ്, സിഗ്നൽ കൊടുക്കേണ്ട കേബിള്. ഓക്കെ, അടുത്ത് വരുന്ന റിമോട്ട് ടേൺ ഓണിൻ്റെ വയറാണ്. നമ്മൾ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ കൂടെ ബാസ് ട്യൂബ് ഓൺ ചെയ്യാനുള്ള വയറാണ്. അതാണിത്. അടുത്ത് വന്നിട്ട് അതിൻ്റെ നമ്മൾ ബാസ് ട്യൂബ് നമ്മൾ കറക്റ്റായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് പക്കയായിട്ട് എങ്ങോട്ടും പോവാത്ത രീതിയിൽ ഉറപ്പിച്ച് വെക്കാനുള്ള ക്ലാമ്പ് പോലെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ബെൽറ്റാണ്. ഓക്കെ, പിന്നെ അഡീഷണൽ ഒരു ഫ്യൂസും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാനുവലാണ്. ഈ മാനുവലിൽ അതെങ്ങനെ കണക്ട് ചെയ്യണം എന്ന് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മാനുവൽ നോക്കിയാൽ കാണാൻ അതിൻ്റെ ഡയഗ്രാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ്. നമുക്കിപ്പോൾ ബാസ് ട്യൂബ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വളരെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല നല്ല ഫിനിഷിങ്ങിലാണ് ഇവർ ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ടാണ് അതിൻ്റെ പാനൽ വരുന്നത്. പിന്നെ സൈഡിലായിട്ട് വുഡ്മാൻ്റെ ഒരു എംബ്ലം ഉണ്ട്. സൈഡിലായിട്ടാണ് ഒരു സബ് വൂഫർ അലൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ പാനലിൻ്റെ ഇൻ്റർഫേസ് ആണിത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരുന്ന ഫ്യൂസും പിന്നെ കണക്ട് ചെയ്യാനുള്ള കണക്റ്റേഴ്സും ഒരു വോളിയം കൺട്രോളും പിന്നെ നമ്മുടെ സിഗ്നൽ കൊടുക്കാനുള്ള പോർട്ടും. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ കിടത്തി വയ്ക്കുമ്പോൾ സൈഡിലായിട്ട് തന്നെ ഒരു എയർ ഹോൾ കൂടി ഉണ്ട്. സബ് വൂഫർ വർക്ക് ചെയ്യുന്ന സമയത്ത് പോകാനുള്ള എയറിൻ്റെ ഹോളാണിത്. നമുക്കപ്പോൾ ഈ തകർപ്പൻ ബാസ് ട്യൂബ് കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ പെർഫോം ചെയ്യണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഈ ബാസ് ട്യൂബ് വെക്കാൻ പോകുന്ന കാറിന് ഓൾറെഡി കണക്ഷനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ RC കേബിൾ ഇപ്പോൾ കണക്ട് ചെയ്തു, റെഡിലും വൈറ്റിലും കണക്ട് ചെയ്തു. പിന്നെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് റിമോട്ട് ടേൺ ഓൺ സ്വിച്ച് നമ്മൾ ഷോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവും റിമോട്ട് ടേൺ ഓൺ ലിങ്കും കൂടി കണക്ടറും കൂടി ഷോർട്ട് ചെയ്യുന്നു. കാരണം ഇവിടെ റിമോട്ട് ടേൺ ഇല്ലാത്ത സെറ്റാണ് ഈ കാറിൽ അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ റിമോട്ട് ടേണിൻ്റെ കണക്ടറും പോസിറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു ഷോർട്ട് ലിങ്ക് ഇതുപോലെ ഉണ്ടാക്കുക. ഈ കാണുന്ന മഞ്ഞ വയർ ഷോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ലിങ്കാണ്. ഇതുപോലെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോർട്ട് ചെയ്യാവുന്നതാണ്. പോസിറ്റീവും റിമോട്ട് ടേൺ ഓണിൻ്റെ കണക്ഷൻ തമ്മിൽ ഷോർട്ട് ചെയ്യുക.
അടുത്ത് നമ്മൾ ഗ്രൗണ്ട് കേബിൾ കണക്ട് ചെയ്യണം, നെഗറ്റീവ് കേബിൾ. അപ്പോൾ അത് ഇവിടെ ബ്ലാക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് തിരിച്ചറിയാനായിട്ട് ഈ വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ നമ്മളത് ടൈറ്റായിട്ട് കണക്ട് ചെയ്യാതും. സെറ്റ് നമ്മളിപ്പോൾ ഓൺ ചെയ്തു. കൂടെ ബാസ് ട്യൂബ് ഇപ്പോൾ ഓണായി കാണും. നമ്മളപ്പോൾ അത് പോയി നോക്കാം. ബാസ് ട്യൂബിൻ്റെ അടുത്തൊരു ഗ്രീൻ ഇൻഡിക്കേഷൻ വരും. പാട്ടിപ്പോൾ പ്ലേ ചെയ്ത് ഇടി തുടങ്ങും. എല്ലാവരും ഹെഡ്സെറ്റ് വെക്കുക. ഹെഡ്സെറ്റ് വെച്ചാൽ സെപ്പറേറ്റ് ഇതിൻ്റെ ഇടി ബാസ് അതേപോലെ തന്നെ കിട്ടും. ഒരു രക്ഷയില്ല. അപ്പോൾ ഇടിച്ച് തകർക്കാണ് ഇവിടെ പാട്ട്. ബാസും കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കാറ്. നിങ്ങളിപ്പോൾ അതെങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുകയെന്ന് എനിക്കറിയാം. ഇതുപോലെ സാധനം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച്, ഈ ബാസ് ട്യൂബ് വാങ്ങിച്ച് ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ തനി അതിൻ്റെ ഒരു ഫീലായിരിക്കും. അപ്പോൾ ആൾട്രേഷൻ ചെയ്ത കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ഫീലായിരിക്കും. ഭയങ്കര ബീറ്റാണ്. കാറിൻ്റെ ഡോറും കാര്യങ്ങളും എല്ലാം ഉറപ്പില്ലാത്ത ഭാഗമൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എല്ലാം വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ ബീറ്റാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നമ്മുടെ ബാസ് ട്യൂബ് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ ഭയങ്കര സൗണ്ടാട്ടാ. അപ്പോൾ നമ്മുടെ ഈ ബാസ് ട്യൂബിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്ന് തന്നെ ആമസോണിൽ നിന്ന് ഇതുപോലെ വണ്ടിയുള്ളൊരു വണ്ടി പ്രേമികൾ, വാഹന പ്രേമികൾ ബാസ് ട്യൂബ് വാങ്ങി ഇൻസ്റ്റാളേഷൻ ചെയ്യുക, അടിച്ച് പൊളിക്കുക. ഓക്കെ, ഒന്നും നോക്കാനില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.